ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ കാലം സുഹൃതം നിറഞ്ഞതും വിശുദ്ധവുമാകുന്നത് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ മാത്രം. അപ്പോൾ ഈ കാലം ദൈവത്തെ കണ്ടുമുട്ടാനൊരു കാലമാണ്. പഴയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ മനോഹരമായൊരു കാഴ്ച കാണുന്നുണ്ട്. നമ്മൾ തൻ്റെ യജമാനത്തി സാറായിയുടെ ക്രൂരതയിൽ മനം നൊന്ത് ജീവിതം അവസാനിപ്പിക്കാൻ ഉറപ്പിച്ച് ഹാഗാർ എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി ഒളിച്ചോടുന്നത് മരുഭൂമിയിലേക്കാണ്. ഉപവാസകാലം, നോമ്പുകാലം നമുക്ക് എപ്പോഴും ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു ചിന്ത മരുഭൂമിയുടേത് തന്നെ. അങ്ങനെ ഒരു മരുഭൂമിയിൽ സ്വയം നശിക്കാൻ കാത്തു നിൽക്കുന്ന ഈ ചെറിയ പെൺകുട്ടിയുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നത് കാണും. ദൈവം കണ്ടെത്തി എന്നാണ് പറയണത് വചനം. ദൈവം കണ്ടെത്തി എന്നാണ് പറയണേ. അതിൻ്റെ അവസാനത്തിൽ നമ്മൾ മനോഹരമായിട്ടുള്ള 13-ാമത്തെ വചനത്തിൽ പ്രകാരം വായിക്കും, അവൾ ആ സ്ഥലത്തിന് എൽറോയി എന്ന് പേരിട്ടു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടുമുട്ടുന്ന സ്ഥലത്തിൻ്റെ പേര് മരുഭൂമി, കണ്ടുമുട്ടുന്ന കാലത്തിൻ്റെ പേര് നോമ്പുകാലം. ദൈവവുമായിട്ടുള്ള മുഖാഭിമുഖം കാഴ്ച യാക്കോബിന് കിട്ടിയ സ്ഥലത്തിൻ്റെ പേര് പെനുവേൽ എന്നാണ്. താബോർ മലയിൽ വെച്ച് ഇങ്ങനെ കർത്താവിൻ്റെ സൂര്യ തേജസ്സുള്ള മുഖം കണ്ട ശിഷ്യന്മാരെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. നോമ്പുകാലം ഇങ്ങനെ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ, എന്നെ കാണുന്നവനായ ദൈവത്തെ ഒന്ന് നേരിട്ട് കാണാൻ, അവൻ്റെ മഹത്വം ദർശിക്കാനുള്ള കാലമാണെന്നറിയുക. എന്നിട്ട് തെളിഞ്ഞ മുഖത്തോടുകൂടെ, നിറഞ്ഞ മനസ്സോടുകൂടെ പുതിയ ജീവിതം ആരംഭിക്കാനുള്ള ദിവസങ്ങൾ. ഈ നോമ്പുകാലം കഴിയുമ്പോഴേക്കും ദൈവത്തെ കണ്ടവരെ കണക്ക് എൻ്റെ മുഖമൊന്ന് പ്രകാശിക്കണ്ടേ, എൻ്റെ ഹൃദയമൊന്ന് ശുദ്ധമാവണ്ടേ.